ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണ ജോർജറ്റ് മെറ്റീരിയലിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനിങ് ആയിരുന്നു. ആ ജോർജറ്റ് മെറ്റീരിയലും ഇന്ന് കാണിക്കുന്ന ജോർജറ്റ് മെറ്റീരിയലും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോർജറ്റ് മെറ്റീരിയൽ 85 റുപ്പീസ് മുതൽ 250 പ്ലസ് റേറ്റ് വരെയുള്ള പെർ മീറ്റർ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. പെർ മീറ്റർ റേറ്റിൽ അവൈലബിൾ ആണ്. അപ്പം വില കൂടും തോറും ജോർജറ്റ് മെറ്റീരിയലിന്റെ സോഫ്റ്റ്നെസ് കൂടും. ഭയങ്കര തിന്നായിട്ട് നല്ല നമുക്ക് യൂസ് ചെയ്യാൻ വളരെ നല്ല സുഖമാണ്. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അങ്ങനെയായിരിക്കും വില കൂടുമ്പോൾ. പക്ഷെ അതിൻ്റെ അകത്ത് തയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയത്ത് വില കുറഞ്ഞ ജോർജറ്റ് മെറ്റീരിയലാണെങ്കിൽ തയ്ക്കാൻ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു കട്ടി ഉണ്ടാകും മെറ്റീരിയലിന്. ഇങ്ങനെ പെട്ടെന്ന് വലഞ്ഞു പോകത്തില്ല. വില കുറഞ്ഞതിന്. വില കൂടിയതിന് പെട്ടെന്ന് തന്നെ വലഞ്ഞു പോകും. നമ്മൾ ഫ്രെയിം ഇടുമ്പോൾ അല്ലെങ്കിൽ സൂചി എടുത്ത് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അവിടെ ആ ഹോള് വലുതായി വരും. അതാണ് വില കൂടിയതിന്റെയും വില കുറഞ്ഞതിന്റെയും വ്യത്യാസങ്ങൾ. അപ്പൊ ഞാൻ അന്ന് തയ്ച്ചത്, നേരത്തെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞില്ല, അന്ന് തയ്ച്ച മെറ്റീരിയലിന് മീറ്ററിന് 250 റുപ്പീസ് ആയിരുന്നു. ഇന്ന് തയ്ക്കുന്നതിന് മീറ്ററിന് 85 റുപ്പീസിന്റെ ആണ്. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ബൂലിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ആദ്യം തന്നെ മെറ്റീരിയൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതും കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ജോർജറ്റ് മെറ്റീരിയലിൽ തയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എല്ലാവരുടെ ഒരു എല്ലാവരുടെ ഒരു വിചാരം ജോർജറ്റ് മെറ്റീരിയൽ തയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒത്തിരി വിലയുള്ള ജോർജറ്റ് മെറ്റീരിയൽ തയ്ക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. വില കുറഞ്ഞ ജോർജറ്റ് മെറ്റീരിയൽ തയ്ക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ശ്രദ്ധിച്ചാൽ മതി, ഒത്തിരി വലിക്കാണ്ടിരുന്നാൽ മതി. ത്രെഡൊക്കെ ഒത്തിരി വലിക്കുമ്പോൾ ചിലപ്പം മെറ്റീരിയൽ ചുളുങ്ങി വരും. അത് ഒത്തിരി വലിക്കാണ്ട് ശ്രദ്ധിച്ച് തയ്ച്ചാൽ നമുക്ക് നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ ആദ്യം തന്നെ ആ മെറ്റീരിയലിൽ എവിടെയാണ് വർക്ക് വന്നേക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. വൈറ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ്. അതിന്റെ നെക്ക് ലൈനിൽ കൂടെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. നല്ല പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് പിങ്ക് ത്രെഡ് ഇട്ടിട്ട് ബൂളിയൻ നോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ലേസി ഡേസിയും അതിൻ്റെ ഇടയിൽ കൂടെ ഷുഗർ ബീഡ്സ്, വൈറ്റ് ഷുഗർ ബീഡ്സും ആണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ കോൺട്രാസ്റ്റ് ഇങ്ങനത്തെ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകത്ത് പിങ്ക് പാൻറ് ഒന്നും ഇടുന്നില്ല, വൈറ്റ് പാൻറ് തന്നെ ഇട്ട് വൈറ്റ് ഷോളും കൂടി ഇട്ടാൽ അതും നല്ല ഭംഗിയാണ്. അല്ലാണ്ട് പിങ്ക് ഇട്ടാലും നല്ലതാണ്. എനിക്ക് പൊതുവെ വൈറ്റ് ഇടുന്നതാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നെക്ക് ലൈനിൽ കൂടെയാണ്, ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്ന വർക്ക്. പിന്നെ അതിൻ്റെ സ്ലീവാണ്. സ്ലീവിൽ വന്നിട്ട് ഇതുപോലെ സ്ലീവിലെ പടിയിൽ കുറച്ച് ബൂളിയൻ ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 5 ബൂളിയൻ ഫ്ലവേഴ്സ് ആണ് സ്ലീവിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലീവ്സും ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ മെറ്റീരിയൽ ഷോളും ഉണ്ട്. അതിൻ്റെ തന്നെ ഇതിന് ലൈനിങ് മെറ്റീരിയലും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഈ ഒരു പീസിന് ലൈനിങ്ങും ഷോള് 2.5 മീറ്റർ, ഈ ജോർജറ്റ് മെറ്റീരിയൽ തന്നെ 2.5 മീറ്റർ പ്ലസ് 2.5 മീറ്റർ ലൈനിങ്ങും ഉണ്ട് ഈ ടോപ്പിന്. എല്ലാം കൂടെ കൂടിയിട്ട് 1500 ആണ് റേറ്റ്. ആർക്കെങ്കിലും ഇതുപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തേച്ചാൽ മതി. ഞാൻ പറയുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി. ഇനിയിപ്പോൾ 2.5 മീറ്റർ അല്ല, 3 മീറ്റേഴ്സ് വേണം. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ 2.5 മീറ്റർ ആണെങ്കിൽ നമുക്ക് സ്ലിറ്റ് ഇട്ടാൽ തയ്ക്കാൻ പറ്റുള്ളൂ, അംബ്രല്ല കട്ട് തയ്ക്കാൻ പറ്റില്ല, ഒത്തിരി ഫ്ലെയർ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ അംബ്രല്ല കട്ട് വേണമെന്നുണ്ടെങ്കിൽ 3 മീറ്റേഴ്സ് മേടിക്കുക. എന്നിട്ട് ആണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 1500 ആണ്. 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, 1500. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി തയ്ക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജോർജറ്റ് മെറ്റീരിയലിൻ്റെ അകത്ത് ഡിസൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, ഇങ്ങനെ തെന്നി പോകും. അപ്പം ഞാൻ ഇവിടെ ഡിസൈൻ വരയ്ക്കാനായിട്ട് ട്രേസിങ് പേപ്പർ ഒന്നും ഉപയോഗിക്കാണ്ട് ചുമ്മാ ഫ്രീ ഹാൻഡിൽ വെറുതെ സർക്കിൾ വരച്ച് വെച്ചിരിക്കുന്നത്. എവിടേക്ക് എനിക്ക് ഫ്ലവേഴ്സ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ സർക്കിൾ വരച്ചു. പിന്നെ ലീവ്സ് വേണ്ടത് എന്താണെന്ന് ചുമ്മാ പെൻസിൽ കൊണ്ട് തന്നെയാണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാർബൺ പേപ്പർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് നല്ല കട്ടിയുള്ള സാധനങ്ങൾ നമ്മുടെ തുണിയുടെ മേളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി തെന്നി പോവാണ്ട് വലിഞ്ഞ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ ഡിസൈൻ വെച്ചു. ഈ ഒരു ഫ്ലവർ പാറ്റേൺ തയ്ക്കാനായിട്ട് നമ്മൾ 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ലീവ്സിന് ഗ്രീനും അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡഡ് ഒരു പിങ്ക് കളർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കളർ കോഡ് ആങ്കർ കളർ കോഡ് 1207 ആണ്. അതുപോലെ തന്നെ ഗ്രീനിൻ്റെ കളർ കോഡ് 2582 ആണ്. അപ്പോൾ ഈ 2 കളർ കോഡ്സിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബൂളിയൻ നോട്ട് ചെയിന് 6 സ്ട്രാൻഡ്സ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് 2ഓ 3ഓ അതല്ല 4 സ്ട്രാൻഡ്സ് ഒക്കെ വെച്ച് നമുക്ക് തയ്ക്കാം. അതിൻ്റെ നമുക്ക് എന്തോരം തടിപ്പില്ല വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് തയ്ക്കാം. അപ്പോൾ ഈ ജോർജറ്റ് മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞു പല വിലയുടെ ജോർജറ്റ് മെറ്റീരിയൽ ഉണ്ട്. ഈ മെറ്റീരിയൽ മീറ്ററിന് 85 രൂപയുടെ ജോർജറ്റ് മെറ്റീരിയലാണ്. അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട്, 100ൻ്റെ ഉണ്ട്, 250ൻ്റെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ 250ൻ്റെ ആയിരുന്നു നേരത്തെ ഞാൻ ഇതിന് മുമ്പ് ഒരു ജോർജറ്റ് മെറ്റീരിയൽ ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 250ൻ്റെ മീറ്റർ വിലയുള്ള ആ ജോർജറ്റ് മെറ്റീരിയൽ തയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ സൂചി ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇവിടെയും ഇങ്ങനെ നൂല് ഇങ്ങനെ അകന്ന് പോയിട്ട് ഒരു ഓട്ട വരുന്ന പോലെ ഹോള് വരുമായിരുന്നു. അപ്പം അതേ സമയത്ത് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ എത്ര കുത്തിയാലും അങ്ങനെ നമുക്ക് കാണത്തില്ല. എന്നുവെച്ചാൽ സൂചി പോയ വഴി കാണാൻ പറ്റും, ആ ഹോള് കാണും. പക്ഷെ എന്നാലും ഇങ്ങനെ സ്പ്ലിറ്റായിരിക്കും, ഇങ്ങനെ വലിഞ്ഞു പോവില്ല, വലിഞ്ഞു പോണത് കാണാൻ പറ്റില്ല. അപ്പം വില കുറഞ്ഞ ജോർജറ്റ് മെറ്റീരിയലിനായിരിക്കും നമുക്ക് തയ്ക്കാൻ എളുപ്പം. പക്ഷെ വില കൂടിയ ജോർജറ്റ് മെറ്റീരിയലായിരിക്കും സോഫ്റ്റ്നെസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പൂവിൻ്റെ നടുക്ക് ഇവിടെ കുത്തിയെടുക്കുക. ഇപ്പോൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തയ്ക്കാൻ നേരത്തെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുക. ഒരു പൂ തുടങ്ങുമ്പം ഒന്നുമല്ല രീതിയിൽ ത്രെഡ് കട്ട് ചെയ്തെടുക്കരുത്. ഇപ്പോൾ ഞാൻ ലൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, ഡാർക്കിലോട്ട് പോകുന്നത് ആ രീതിയിൽ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നടുക്ക് ഡാർക്കും പുറത്തോട്ട് വരുമ്പോൾ ലൈറ്റായിട്ടും വന്നെ കുറച്ച് ഡിസ്റ്റൻസിലാണ് വളരെ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ത്രെഡ്. വളരെ കുറച്ച് ഡിസ്റ്റൻസിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. എടുത്തിട്ട് അപ്പോൾ ഇത്രയും കുറച്ച് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 4 വട്ടമാണ് ചുറ്റുന്നുള്ളൂ. 4 വട്ടം ഞാൻ ചുറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ കോട്ടൺ തുണി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമ്മളിത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ച് നല്ലോണം ടൈറ്റൻ ചെയ്ത് വലിക്കും. അത്രയും ടൈറ്റ് ചെയ്ത് വലിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ മെറ്റീരിയൽ ചെയ്യുമ്പം ചിലപ്പം ഇങ്ങനെ വലിഞ്ഞു പോകും. തുണി പെട്ടെന്ന് ചുളുങ്ങി വരുകയും ചെയ്യും. തയ്ച്ചിടം ഭാഗമൊക്കെ ചുളുങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ ഒത്തിരി വലിക്കേണ്ട ആവശ്യമില്ല, വളരെ ലൂസായിട്ട് തയ്ച്ചു പോയാൽ മതി. ഇനി ഇതിൻ്റെ ചുറ്റും ഞാൻ ഒരു സർക്കിൾ ഇതിനിപ്പോൾ തയ്ച്ച ബൂളിയൻ നോട്ടിന് ചുറ്റും ഒരു ബൂളിയൻ നോട്ടാണ് തയ്ക്കുന്നത്. അത് തയ്ക്കാനായിട്ട് ഇതുപോലെ മേലിലെടുത്തിട്ട് ആ എടുത്തതിൻ്റെ അവിടെ തന്നെ കുറച്ച് തുണി എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇത് ചുറ്റി വരണ്ടേ, അപ്പോൾ അതിൻ്റെ നമ്പർ കുറച്ച് അധികം വേണം. അപ്പം ഞാനിവിടെ 20 വട്ടമാണ് ചുറ്റുന്നത്. നമ്മൾ 20 വട്ടം ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സൂക്ഷിച്ച് ഒത്തിരി മുറുക്കെ ചുറ്റരുത്. ഇതിന് മുമ്പ് ഞാൻ ബൂളിയൻ നോട്ട് ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്, ഒത്തിരി മുറുക്കെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നീഡിലിൽ നിന്ന് ഊരിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് എളുപ്പത്തിൽ തന്നെ ഞാൻ ഊരിയെടുത്തു. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ വളഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്ത് ഇവിടെ തന്നെ എവിടെ നമ്മൾ എടുത്ത് അവിടെ തന്നെ താത്തുവാണ്. ഇതിപ്പോൾ ഉറപ്പിച്ച് വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ അത് ഉറപ്പിച്ച് വെക്കാനായിട്ട് താഴെ തന്നെ സെൻറ്ററിൽ മാത്രം ഒരു സൈഡിൽ മാത്രം ചെയ്താൽ മതി. വേണമെങ്കിൽ അപ്പുറം ഇപ്പുറം വേണമെങ്കിൽ ഫിക്സ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ ഇവിടെയും ഫിക്സ് ചെയ്ത് വെക്കാം, ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ ഏറ്റവും പുറത്തത്തെ പെറ്റൽസാണ് തയ്ക്കുന്നത് ഫ്ലവറിൻ്റെ. അപ്പോൾ മേലിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ എടുത്തിട്ട് എവിടെ നിന്നാണ് നമ്മൾ പൊക്കി ആ പോയിൻറ്റിലോട്ടാണ് സൂചി പോകേണ്ടത്. എന്നിട്ട് ഇനിയിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ 10 വട്ടമാണ് ഞാൻ ചുറ്റുന്നത്.
10 വട്ടം ചുറ്റി. ഇപ്പോൾ 10 വട്ടം നിങ്ങൾ എടുത്ത ഡിസ്റ്റൻസ് കുറച്ചും കൂടെ കൂടുതലാണെന്നുണ്ടെങ്കിൽ 10 എന്നുള്ളത് അത് നമുക്ക് 12 ആക്കാം. നമ്പർ കൂട്ടിക്കൊണ്ടിരിക്കുക. പത്തിൻ്റെ കുറവ് വരണ്ട. അപ്പോൾ പെറ്റൽസ് വളരെ കുഞ്ഞിതാകും. പുറത്തേക്കൂടെയുള്ള പെറ്റൽസ് എപ്പോഴും ഒത്തിരി കുഞ്ഞിതായാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. എന്നുവെച്ചാൽ ഒത്തിരി നമുക്ക് തയ്ക്കുകയും വേണം. അപ്പോൾ ഒരു 10 അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ടാണ് നമ്പർ വരേണ്ടത്. അതിൽ താഴത്തോട്ട് വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പെറ്റൽ തയ്ച്ചു. ഇനി ഈ പെറ്റലിൻ്റെ ഇവിടുന്ന് കുറച്ച് മേളിൽ നിന്ന് തന്നെ എടുക്കണം. ഹാഫ് പോർഷൻ വേണ്ട, ഒരു 1/4 പോർഷനിൽ നിന്ന് നമ്മൾ എടുക്കുക ആ പെറ്റലിൻ്റെ. ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നില്ല കേട്ടോ ഈ പെറ്റൽ. ഇതിന് മുമ്പൊക്കെ ഞാൻ തയ്ക്കുമ്പോൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഈ പെറ്റൽ ഫിക്സ് ചെയ്ത് വെക്കുന്നില്ല. അടുത്തത് കുറച്ച് ഡിസ്റ്റൻസ് അവിടെ നിന്ന് എടുത്തു. ഇതും അതുപോലെ തന്നെ 10 വട്ടം ചുറ്റിയിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസും നമ്മൾ തയ്ച്ചെടുക്കണം. അപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ തയ്ച്ച പെറ്റലിൻ്റെ 1/4 പൊസിഷനിൽ നിന്ന് ഹാഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന അടുക്കുന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വേണ്ട, ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പെറ്റൽ ഇങ്ങോട്ടേക്ക്, പിന്നെ അതിൻ്റെ 1/4 പൊസിഷനിൽ നിന്ന് അടുത്തത്. നമ്മൾ അവസാനത്തെ പെറ്റൽ വരുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നീഡിൽ ഇങ്ങനെ വേണം പോകാനായിട്ട്. ഇത് ഇങ്ങനെ എടുത്തിട്ട് വേണം ചുറ്റിയിട്ട് നമ്മൾ ഇവൻ്റെ ഉള്ളിൽ വേണം താത്താനായിട്ട്. എന്നാലാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലവർ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിത്തെ എല്ലാ ഫ്ലവേഴ്സും തയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ ഉള്ളിലുള്ള തയ്ക്കുന്ന ബൂളിയൻ നോട്ടിൻ്റെ ആദ്യത്തെ ഇതിൽ നമ്മൾ 4 വട്ടമാണ് ചുറ്റുന്നത്. പിന്നെ അതിന് ചുറ്റും 20 വട്ടം, ബാക്കിയുള്ള എല്ലാ പെറ്റൽസ് 10 അല്ലെങ്കിൽ 12 വട്ടം ചുറ്റുക. അപ്പോൾ അങ്ങനെയാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബൂളിയൻ നോട്ട് ഫ്ലവർ നമ്മൾ തയ്ക്കുന്നത്. അതുപോലെ ബാക്കിത്തെ ഫ്ലവേഴ്സ് നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ ബൂളിയൻ നോട്ട് വെച്ചിട്ട് റോസാപ്പൂ എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലീവ്സാണ് തയ്ക്കുന്നത്. ലീവ്സ് നമ്മൾ ഇവിടെ മേളിലും സൈഡിലും അതുപോലെ തന്നെ താഴെയാണ് ലീവ്സ് തയ്ക്കുന്നത്. കുറച്ച് ഗ്രീൻ കൂടുതലാണ്, നല്ലോണം കൺജസ്റ്റഡ് ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. അപ്പം നല്ലോണം ഗ്രീൻ ലീവ്സ് തയ്ക്കുന്നുണ്ട്. ഗ്രീൻ ലീവ്സ് തയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 4 strands ആങ്കർ ത്രെഡാണ്. ആങ്കർ കോഡ് 258 ആണ്. അവിടുത്തെ 4 strands ആണ് എടുത്തിരിക്കുന്നത്. ലീവ്സ് തയ്ക്കുന്ന ലേസി ഡേസിയാണ്. അപ്പം ഞാനിവിടെ എല്ലാത്തിലും ഈക്വൽ നമ്പർ ഓഫ് ലീവ്സ് അല്ല തയ്ക്കുന്നത്. ചിലതിൽ 3 ആണെങ്കിൽ ചിലതിൽ 2, 4 അങ്ങനെ വേരി ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ സൈസ് ആണെങ്കിലും ചിലത് നീണ്ട് ചിലത് കുഞ്ഞത്, അങ്ങനെ ഈക്വൽ ആയിട്ടല്ല ഞാൻ തയ്ച്ചിരിക്കുന്നത്. കുറച്ച് ചിലതൊക്കെ വലുത് ചിലതൊക്കെ കുഞ്ഞു ലീവ്സ് അങ്ങനെയായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം അത് എന്നാലാണ് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇനി വീണ്ടും നമുക്ക് ബീഡ്സ് വെക്കേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊങ്ങിയും താന്നൊക്കെ വേണം തയ്ക്കാൻ, എന്നാലും കുറച്ച് ഭംഗി ഉണ്ടാവണേ.
അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഞാനിപ്പോൾ ഇവിടെ തയ്ക്കണം നിങ്ങൾ കാണാം. ഒരു പൂ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ വലിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസിൽ എന്തിനാണ് വലിച്ചതെന്ന്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ലീവ്സ് ആണെങ്കിൽ ഞാൻ വലിച്ച് തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ തയ്ച്ച് കഴിഞ്ഞ് ഞാൻ ഇവിടുത്തെ ലീവ്സും തയ്ച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിട്ട് പിന്നെ അടുത്ത പോയിൻറ്റിലോട്ട് പോണത്. അപ്പം അങ്ങനെയാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ബീഡ്സും കൂടെ വെച്ച് കഴിയുമ്പം നമ്മൾ ഈ അടിയിൽ കൂടെ വലിച്ചത് കാണത്തില്ല, എല്ലാം മറഞ്ഞു പോകും. ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഭാഗങ്ങൾ കാണും, ഇല്ല ഒട്ടും കാണില്ല എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ചൊക്കെ കാണും. എന്നാലും വൃത്തികേടായിട്ടുള്ള രീതിയിൽ നമ്മൾ കാണത്തില്ല ഒത്തിരി വലിച്ചതായിട്ട്. ഇപ്പോൾ ഈ ഓരോ ലീവ്സ് തയ്ച്ച് കഴിഞ്ഞാൽ കെട്ടിടാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ ഇത്ര തിൻ മെറ്റീരിയലിൽ ഒത്തിരി കെട്ട് വന്നാലും അത് ഒത്തിരി വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ കെട്ടിടുമ്പോഴും. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ കൂടെ തന്നെ വലിക്കുന്നത്. ഇതുപോലെ ലേസി വെച്ചിട്ട് നമുക്ക് ഈ ലീവ്സ് എല്ലാം ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഡ്സും വെച്ചെടുക്കാം. ഇപ്പം നമ്മൾ ലേസി വെച്ചിട്ട് ലീവ്സ് ഈ ഒരു ഫ്ലവറിന് ചുറ്റുമുള്ള ലീവ്സ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സിലും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഷുഗർ ബീഡ്സ് വൈറ്റ് കളർ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടു നോക്കാം. നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു ഡിസൈനിങ് ആണിത്. അത്യാവശ്യം ബീഡ്സ് ഉണ്ട്, ത്രെഡ് വർക്കും ഉണ്ട്, നല്ലൊരു കളർ കോമ്പിനേഷനുമാണ്. നമുക്ക് ഫങ്ഷനൊക്കെ കുഞ്ഞു ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. നല്ലതായിട്ട് തയ്ച്ചിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.